Hello friends, let's learn another set of idioms. A piece of cake. വളരെ നിസ്സാരമായിട്ട് ചെയ്യാൻ വളരെ എളുപ്പമായിട്ടുള്ള ഒരു കാര്യത്തെ എ പീസ് ഓഫ് കേക്ക് എന്ന് പറയാം. ടു ഗെറ്റ് ഇൻ ടു ഹോട്ട് വാട്ടർ. എന്തെങ്കിലും ഒരു കാര്യത്തിൽ പ്രശ്നത്തിലാവുകയോ കുഴപ്പത്തിലാവുകയോ ചെയ്താൽ ആ സിറ്റുവേഷനെ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇഡിയമാണ് ടു ഗെറ്റ് ഇൻ ഹോട്ട് വാട്ടർ. എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് എന്ന് വെച്ചാൽ ആദ്യം ഉപയോഗമില്ല എന്ന് തോന്നുകയോ അല്ലെങ്കിൽ ഉപദ്രവകരമായിട്ടോ തോന്നുന്ന ഏതൊരു കാര്യവും പിന്നീട് വളരെയേറെ ഉപയോഗപ്രദമായി മാറുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അതിനെ എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് എന്ന് പറയാം. ബെസ്റ്റ് ഓഫ് ബോത്ത് വേൾഡ്സ് എന്ന് വെച്ചാൽ ഒരാൾക്ക് തന്നെ രണ്ട് വ്യത്യസ്തമായ സാഹചര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരികയും അതിൽ തന്നെ ഏറ്റവും മികച്ച കാര്യങ്ങൾ ആ രണ്ട് സാഹചര്യത്തിലുമുള്ള ഏറ്റവും മികച്ച കാര്യങ്ങൾ ആസ്വദിക്കാൻ കഴിയുന്ന ഒരവസ്ഥയെയും എന്തു പറയാം, ബെസ്റ്റ് ഓഫ് ബോത്ത് വേൾഡ്സ് എന്ന് പറയാം. അറ്റ് വൺസ് വിറ്റ്സ് എൻഡ് എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ കുഴപ്പത്തിലാവുകയോ അല്ലെങ്കിൽ അടുത്തെന്താ ചെയ്യേണ്ടത് എന്നറിയാൻ സാധിക്കാത്തതോ ആയ ഒരവസ്ഥയെ അറ്റ് വൺസ് വിറ്റ്സ് എൻഡ് എന്ന ഇഡിയം കൊണ്ട് ഉദ്ദേശിക്കുന്നു. ബാക്കിംഗ് അപ്പ് ദ റോങ് ട്രീ എന്ന് വെച്ചാൽ തെറ്റായ വഴി പിന്തുടരുക എന്നാണ്. അതായത് വളരെ തെറ്റായതോ അല്ലെങ്കിൽ പ്രത്യേകിച്ചൊരു ഫലമോ ഉണ്ടാക്കാത്ത ഒരു വഴി ഫോളോ ചെയ്യുന്നതിനെ ബാക്കിംഗ് അപ്പ് ദ റോങ് ട്രീ എന്ന് ഉദ്ദേശിക്കുന്നു. ഇൻ എ നട്ട്ഷെൽ എന്ന് വെച്ചാൽ ഒരു കാര്യം വളരെ ചുരുക്കി ചെറുതാക്കി പറയുന്നതിനെയാണ് ഇൻ എ നട്ട്ഷെൽ എന്ന് പറയുന്നത്. സി ഐ ടു ഐ എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ യോജിക്കുക അല്ലെങ്കിൽ പൊരുത്തപ്പെടുക, അതിനെ എന്ത് പറയുന്നു, സി ഐ ടു ഐ. കോൾ ഇറ്റ് എ ഡേ എന്ന് വെച്ചാൽ ഒരു പ്രവൃത്തി ചെയ്യുന്നത് അവസാനിപ്പിക്കുക അല്ലെങ്കിൽ ഇന്നത്തെ ജോലി അവസാനിപ്പിക്കുക എന്നൊക്കെ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇഡിയമാണ് കോൾ ഇറ്റ് എ ഡേ. ടു ഈറ്റ് എ ഹംബിൾ പൈ എന്ന് വെച്ചാൽ തോൽവി സമ്മതിക്കുക അല്ലെങ്കിൽ എന്തിനോടെങ്കിലും കീഴടങ്ങുക എന്നൊക്കെ അർത്ഥം വരുന്ന ഒരു ഇഡിയമാണ് ടു ഈറ്റ് എ ഹംബിൾ പൈ. ക്രൈ ഓവർ സ്പിൽഡ് മിൽക്ക്. കഴിഞ്ഞുപോയ എന്തിനെങ്കിലും കുറിച്ചോർത്തോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ എന്തിനെങ്കിലും കുറിച്ചോർത്ത് സങ്കടപ്പെടുന്നതിനെ ക്രൈ ഓവർ സ്പിൽഡ് മിൽക്ക് എന്ന് പറയുന്നു. ഫുൾ ഓഫ് ബീൻസ് എന്ന് വെച്ചാൽ ആവേശത്തോടുകൂടി അല്ലെങ്കിൽ ഉന്മേഷത്തോടുകൂടി എന്നൊക്കെ പറയാനായി ഉപയോഗിക്കുന്ന ഒരു ഇഡിയമാണ് ഫുൾ ഓഫ് ബീൻസ്. എ ചിപ്പ് ഓഫ് ദ ഓൾഡ് ബ്ലോക്ക്. പൂർവികരുമായിട്ടോ അല്ലെങ്കിൽ മാതാപിതാക്കളോടോ സാമ്യം തോന്നിപ്പിക്കുന്നതിനെ എ ചിപ്പ് ഓഫ് ദ ഓൾഡ് ബ്ലോക്ക് എന്ന് പറയുന്നു. എ ഡാർക്ക് ഹോഴ്സ്. അപ്രതീക്ഷിതമായി വിജയിക്കുന്ന ഒരാളെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ടാണ് എ ഡാർക്ക് ഹോഴ്സ് എന്ന ഇഡിയം ഉപയോഗിക്കുന്നത്. ഹാവ് ആൻ ആക്സ് ടു ഗ്രൈൻഡ്. അതായത് സ്വാർത്ഥ താല്പര്യമുള്ള ഒരാളെ കുറിച്ച് പറയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇഡിയമാണ് ഹാവ് ആൻ ആക്സ് ടു ഗ്രൈൻഡ്. ഫെദർ വൺസ് ഓൺ നെസ്റ്റ്. തെറ്റായ രീതിയിൽ കാശ് സമ്പാദിക്കുന്നതിനെ ഫെദർ വൺസ് ഓൺ നെസ്റ്റ് എന്ന് പറയുന്നു. ഗ്രീസ് ദി പാം. കൈക്കൂലി വാങ്ങുന്നതിനെയാണ് ഗ്രീസ് ദി പാം എന്ന് പറയുന്നത്.